ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മനുഷ്യൻ ഇന്നും ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്താവുന്ന ഒരു ചോദ്യമാണ് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്ന ചോദ്യം. ഇതിനുള്ള ഉത്തരം മനുഷ്യൻ പ്രാചീന കാലം മുതലേ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ചുമർ ചിത്രങ്ങളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോസും നമ്മുടെ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായതും ലോകശ്രദ്ധ പിടിച്ചു പറ്റിയതും നിഗൂഢവുമായ ഒരു അപകടത്തെ പറ്റിയിട്ടാണ്. ദ റോസ് വാലി ഇൻസിഡന്റ്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. ഈ വീഡിയോ ശരിക്കും മറ്റൊരു ചാനലിൽ കണ്ടിട്ട് ഇൻസ്പയർ ആയി ചെയ്യുന്ന വീഡിയോ ആണ്. ഒരു ഹിന്ദി സിനിമ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത് പോലെ. നമുക്ക് നേരെ സംഭവത്തിലേക്ക് കടക്കാം. ന്യൂ മെക്സിക്കോയിലുള്ള റോസ്വാൽ എന്ന സ്ഥലത്ത് നടന്ന ഇൻസിഡന്റ് ആയതുകൊണ്ടാണ് ഇതിനെ റോസ്വാൽ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. റോസ്വാലിനെ പറ്റി പറയുകയാണെങ്കിൽ പരന്നു കിടക്കുന്ന ഒരു പ്രദേശം, അങ്ങിങ്ങായി കുറച്ച് കാടുകൾ, കുറച്ച് വീടുകൾ, ഇത് ഒഴിച്ചു നിർത്തിയാൽ മരുഭൂമി പോലെ പരന്നു കിടക്കുന്ന ഒരു വിജനമായ പ്രദേശം. ഇതാണ് റോസ്വാൽ. അവിടെ ജൂൺ 14, 1947, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് നടക്കുന്നു. സാധാരണ റോഡുകളിൽ നടക്കുന്ന അപകടങ്ങൾക്കാണ് നമ്മൾ ആക്സിഡന്റ് എന്ന് പറയാറ്. പക്ഷേ ആകാശത്ത് വെച്ച് നടക്കുന്ന അപകടങ്ങൾക്ക് ക്രാഷ് എന്നാണ് പറച്ചത്. അന്ന് റോസ്വാലിൽ നടന്നത് ഒരു ക്രാഷ് ആയിരുന്നു. അന്ന് അവിടെ ക്രാഷ് ആയത് ഒരു ഹെലികോപ്റ്ററോ ഒരു വിമാനമോ ആയിരുന്നില്ല, അതൊരു പറക്കും തളികയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോസ്വാൽ എന്ന് പറഞ്ഞാൽ അങ്ങിങ്ങായി കുറച്ച് വീടുകൾ മാത്രം കാണപ്പെടുന്ന വിജനമായ ഒരു പ്രദേശമാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ക്രാഷ് നടന്നത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 20 ദിവസങ്ങൾക്ക് ശേഷം ആ പ്രദേശത്തിലൂടെ കടന്നുപോയ പ്രദേശവാസിയായ മാർക്ക് ബ്രസൽ എന്നൊരാളാണ് ഈ ക്രാഷ് നടന്നതായിട്ട് കാണുന്നത്. എന്തോ ഒരു വസ്തു ശക്തിയായി പൊട്ടിത്തെറിച്ച രീതിയിലായിരുന്നു കാണപ്പെട്ടത്. മാത്രമല്ല അങ്ങിങ്ങായി മൃതദേഹങ്ങളും കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ടെൻഷനായ മാർക്ക് ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. ന്യൂ മെക്സിക്കോയിൽ പോലീസിനെ ഷെരീഫ് എന്നാണ് പറച്ചില്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ പോലീസ് തന്നെ പറഞ്ഞു. കാരണം അറിഞ്ഞോ അറിയാതെ മാർക്ക് ആ ക്രാഷ് നടന്ന സ്ഥലത്ത് എത്തിപ്പെടുകയുണ്ടായി. ഇനി ഇതിന്റെ പുറകിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് തനിക്കും ഒരു പ്രശ്നമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ കാരണമായിരുന്നു അയാൾ പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത് പറയുമ്പോൾ അയാളുടെ കയ്യിൽ അവിടെ ക്രാഷ് ആയ സ്ഥലത്ത് നിന്നും എടുത്ത ഒരു മെറ്റീരിയൽസും ഉണ്ടായിരുന്നു. ഈ മെറ്റീരിയൽസ് എടുത്ത് പരിശോധിച്ച് ഷെരീഫ്, അതായത് പോലീസ്, ആ മെറ്റീരിയൽസ് കണ്ട് ഷോക്കായി നേരെ തൊട്ടടുത്തുള്ള ആർമി ക്യാമ്പിലേക്ക് വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അന്ന് അവിടെ ആ ആർമി ക്യാമ്പിൽ ഫോൺ എടുത്തത് കേണൽ ഉച്ച് ബാൻകോഡ് എന്ന ഓഫീസർ ആയിരുന്നു. അയാളോട് ഷെരീഫ് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ പരിസരത്തേക്ക് ആരെയും പറഞ്ഞയക്കേണ്ട, ക്യാമ്പിൽ നിന്നും ഉദ്യോഗസ്ഥരെ ഞാൻ പറഞ്ഞയച്ചോളാം എന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഇൻസിഡന്റ് നടന്ന സ്ഥലം പോയി പരിശോധിച്ചത് അന്നത്തെ ആർമി ഓഫീസർ ആയിരുന്ന ജെസി മാർഷൽ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ആ പരിസരത്ത് പോയി വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ ക്രാഷ് നടന്ന വിവരം കേട്ട് അവിടെ ജനങ്ങളും മീഡിയയും തടിച്ചുകൂടുന്നുണ്ട്. ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ പ്രദേശത്ത് മീഡിയാസും ജനങ്ങളും വളരെ വലിയ രീതിയിൽ തന്നെ തടിച്ചുകൂടുകയും ചെയ്യുന്നു. ആ പ്രദേശത്ത് എന്ത് അപകടമാണ് നടന്നിട്ടുള്ളത് എന്ന മീഡിയാസിന്റെ ചോദ്യത്തിന് ജെസി മാർഷൽ മറുപടി പറഞ്ഞത് അതൊരു ഫ്ലൈയിങ് സോസർ, ഒരു പറക്കും തളികയാണ് എന്നായിരുന്നു. ഇത് കേട്ട മീഡിയാസിലൂടെ ഈ വാർത്ത കേട്ട ജനങ്ങളും ഒരേപോലെ അത്ഭുതപ്പെട്ടു പോവുകയാണ് ചെയ്തത്. മാത്രമല്ല അതോടൊപ്പം തന്നെ ജനങ്ങളിൽ ഒരു തരത്തിലുള്ള ഭയവും നിറയാൻ ആരംഭിച്ചു. കാരണം അതുവരെ പറക്കും തളികകളും അന്യഗ്രഹ ജീവികളും വെറും സാങ്കല്പികം മാത്രമാണെന്ന് കരുതിയ ജനങ്ങൾക്കിടയിലേക്ക് ഒരു ആർമി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അവിടെ ക്രാഷ് ആയത് ഒരു പറക്കും തളികയാണ് എന്നാണ്. അത് പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയായിട്ട് വരികയും ചെയ്തു. സാധാരണയായിട്ട് ഹെലികോപ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ വിമാനമാണെങ്കിലും അതിനൊരു ഫ്രണ്ടും ഒരു ബാക്കും ഉണ്ടാകും. മാത്രമല്ല പറക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രഭാഗങ്ങളും പറക്കാൻ ഉപയോഗിക്കുന്ന മറ്റു സംവിധാനങ്ങളും അതിനുണ്ടായിരിക്കും. എന്നാൽ അന്ന് അവിടെ ക്രാഷായ വസ്തുവിന് പറക്കാൻ ഉപയോഗിക്കുന്ന യാതൊരു യന്ത്രഭാഗങ്ങളും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതിന് ഫ്രണ്ടോ ബാക്കും ഉണ്ടായിരുന്നില്ല. പറക്കാനുള്ള യന്ത്രഭാഗങ്ങൾ ഇല്ലാതെ എങ്ങനെയാണ് പറക്കും തളികകൾ പറക്കുന്നത് എന്ന് ചോദിച്ചാൽ അതങ്ങനെ കാറ്റിൽ തെന്നി പോവുകയാണ് ചെയ്യാറ്. അത്തരത്തിലൊരു വാഹനം ഉണ്ടാക്കാൻ ഇത്രയും കാലമായിട്ട് നമ്മുടെ ശാസ്ത്രത്തിനോ നമ്മുടെ സാങ്കേതിക വിദ്യകൾക്കോ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. അതായത് അന്ന് അവിടെ ക്രാഷ് ആയത്
മനുഷ്യനിർമ്മിതമായ ഒരു വാഹനമല്ല. ജെസ്സി മാർഷൽ അവിടെ ഒരു പറക്കുംതളികയാണ് അപകടത്തിൽ പെട്ടത് എന്ന് പറഞ്ഞതിനു ശേഷം അന്ന് വൈകുന്നേരത്തെ പത്രങ്ങളിൽ മുതൽ പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെല്ലാം ആ വാർത്തയായിരുന്നു നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. ജനങ്ങളിൽ ഇത് പരിഭ്രാന്തി പരത്താനും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു അറിയിപ്പ് കൂടി വരുന്നുണ്ട്. റോസ് വാലി ക്രാഷ് ആയത് ഒരു പറക്കുംതളികയല്ല, ഞങ്ങളുടെ ഉദ്യോഗസ്ഥൻ പ്രചരിപ്പിച്ചത് തെറ്റായ ഒരു വാർത്തയാണ്. അവിടെ അന്ന് ക്രാഷ് ആയത് ഒരു പാരച്യൂട്ടാണ്. ഇതായിരുന്നു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന അറിയിപ്പ്. അത് ഫോട്ടോ സഹിതം എല്ലാ പത്രങ്ങളിലും മറ്റൊരു വാർത്തയായി വരികയും ചെയ്തു. പക്ഷേ ഗവൺമെന്റ് എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നിയ മീഡിയാസ് ആ ക്രാഷ് റിപ്പോർട്ട് ചെയ്ത മാർക്ക് ഡ്രസലിനെ പോയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ അപ്പോൾ പറഞ്ഞത്, ഞാൻ അവിടെ കണ്ടത് റബ്ബർ ഷീറ്റുകളും പ്ലാസ്റ്റിക് കയറുകളുമായിരുന്നു എന്നാണ്. അതായത് അവിടെ നടന്നത് ഒരു പാരച്യൂട്ട് ആക്സിഡന്റ് തന്നെയാണ് എന്നായിരുന്നു ബ്രസലും പറഞ്ഞു വെച്ചത്. പതിയെ പതിയെ എല്ലാവരും അവിടെ നടന്നത് ഒരു പാരച്യൂട്ട് ആക്സിഡന്റ് ആണെന്ന് വിശ്വസിക്കാൻ ആരംഭിച്ചു. ആ ന്യൂസ് അങ്ങനെ കുഴിച്ചു മുളപ്പെട്ടു. എന്നാൽ 30 വർഷങ്ങൾക്ക് ശേഷം സ്റ്റാറ്റൻ ഫ്രീഡ്മൻ എന്നൊരു അന്വേഷകൻ ഈ കേസിൽ എന്തോ ഒരു ദുരൂഹത നിറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ എന്ന സംശയത്തിന്റെ പേരിൽ ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാൻ ആരംഭിക്കുന്നു. അതിന് അയാൾ ആദ്യം ചെയ്തത് ആ ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് പോയിട്ട് അന്വേഷിച്ച ജെസ്സി മാർഷലെ പോയിട്ട് ഇന്റർവ്യൂ ചെയ്യലായിരുന്നു. അപ്പോഴേക്കും ജെസ്സി മാർഷൽ റിട്ടയർ ആയിട്ടുണ്ടായിരുന്നുവെങ്കിലും അയാൾ ആ ഇന്റർവ്യൂന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് റോസ് വാലിൽ ശരിക്കും നടന്നത് എന്തായിരുന്നു എന്ന് ഇന്റർവ്യൂ എടുക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്. അതിന് ജെസ്സി മാർഷൽ പറഞ്ഞത്, അന്ന് അവിടെ നടന്ന ക്രാഷ് ഒരു പാരച്യൂട്ട് ആയിരുന്നില്ല അത് എന്ന് പറഞ്ഞിട്ട് ജെസ്സി മാർഷൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇന്റർവ്യൂ എടുക്കുന്ന ആൾ പല തവണ ഇതിനെപ്പറ്റി ചോദിച്ചെങ്കിലും ജെസ്സി മാർഷൽ അതിന് മറുപടിയായിട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല. പക്ഷെ അതിനിടയ്ക്ക് അന്ന് ഞാൻ അവിടെ കണ്ടത് എന്ന് പറഞ്ഞിട്ട് ജെസ്സി മാർഷൽ വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അയാൾക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷെ അയാൾക്ക് പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് പറയാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ജെസ്സി മാർഷലിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല മനസ്സിലാക്കിയ ഫ്രീഡ്മെന്റ് ജെസ്സി മാർഷലിന്റെ പഴയ ഇന്റർവ്യൂയുടെ കാസറ്റുകൾ ഓരോന്നായി എടുത്ത് പരിശോധിക്കാൻ ആരംഭിച്ചു. അതിലൊന്നിൽ നിന്നും അയാൾക്ക് വേണ്ട ഉത്തരവ് ലഭിക്കുന്നുണ്ട്. അത് ഇങ്ങനെയായിരുന്നു. ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇന്റർവ്യൂ എടുക്കുന്ന ആൾ ജെസ്സി മാർഷലിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കേസ് കുറച്ചുകൂടി ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. നിങ്ങളുടെ ഒരാളുടെ തെറ്റ് കാരണം എത്ര വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു. ഇതിൽ ദേഷ്യം വന്ന ജെസ്സി മാർഷൽ പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്കും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ആ സമയത്ത് അവിടെ വേണമായിരുന്നു. അത് ഞാൻ കണ്ടുകൊണ്ട് കാണുക മാത്രമല്ല ചെയ്തത്, എൻ്റെ കൈകൊണ്ട് എടുത്ത് പരിശോധിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അത് പേപ്പറിനെ പോലെ കട്ടി കുറഞ്ഞൊരു വസ്തുവായിരുന്നു. നമ്മുടെ സിഗരറ്റ് പാക്കറ്റിനുള്ളിൽ വരുന്ന ഫോയിൽ പേപ്പർ പോലെ വളരെ കനം കുറഞ്ഞതുമായിരുന്നു. പക്ഷേ അതിന് ചെറിയൊരു ഡാമേജ് വരുത്താൻ പോലും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാറിന്റെ ഡിക്കിയിലേക്ക് കയറ്റാൻ നേരത്ത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാൻ പോലും എനിക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു ചുറ്റിക എടുത്തിട്ട് അതിന്റെ മുകളിൽ ശക്തിയായിട്ട് അടിച്ചാൽ അത് അതുപോലെ തന്നെ ബൗൺസ് ചെയ്യുമായിരുന്നു. ഞാൻ വർഷങ്ങളായിട്ട് എയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. വിമാനങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയാം. അതിലുപയോഗിക്കുന്ന പാർട്സിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വസ്തു വിമാനങ്ങളിലോ ഹെലികോപ്റ്ററുകളിലോ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല ആ വസ്തു തീർച്ചയായിട്ടും നമ്മുടെ ഭൂമിയിൽ നിന്ന് വന്നതല്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഇതായിരുന്നു ജെസ്സി മാർഷൽ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം. എന്നാൽ ഫ്രീഡ്മെന്റിന് ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചില്ല. അയാൾക്ക് മുകളിൽ നിന്നുള്ള, അതായത് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രഷർ കാരണം ആ അന്വേഷണം പകുതി വഴിയിൽ വെച്ച് നിർത്തേണ്ടി വന്നു. എന്നാൽ ആ അന്വേഷണം നിർത്തുമ്പോൾ അയാളുടെ ബുക്കിൽ ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, റോസ്വാൽ എന്ന വലിയ സത്യത്തിന് മുകളിൽ അതിലും വലിയ ഒരു നുണ വെച്ച് അത് കവർ ചെയ്തിരിക്കുന്നു എന്ന്. ഈ അന്വേഷണം ജനങ്ങൾക്കിടയിൽ വീണ്ടും റോസ്വാലിനെ പറ്റിയിട്ടുള്ള ഭയം വർദ്ധിപ്പിക്കാൻ ആരംഭിച്ചു. അതിനെപ്പറ്റിയുള്ള സംസാരം ജനങ്ങൾക്കിടയിൽ വീണ്ടും വരാൻ ആരംഭിച്ചു. അപ്പോഴാണ് സ്റ്റീഫൻ ഷിഫ് എന്നൊരാൾ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. റോസ്വാൽ ഇൻസിഡന്റിന്റെ സത്യം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണം. കോടതി ഈ കേസിന്റെ പുറത്ത് ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കണം. അതായിരുന്നു അയാളുടെ ആവശ്യം. കോടതിക്ക് ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിപ്പിക്കണമെങ്കിൽ അതിന് തെളിവുകൾ ആവശ്യമാണ്. ഇതിനുവേണ്ടി കോടതി എയർഫോഴ്സിനെ സമീപിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് മറ്റൊരു കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നത്. എയർഫോഴ്സിന്റെ കയ്യിൽ 1947 ജനുവരി മുതൽ 1947 ഒക്ടോബർ വരെയുള്ള ഒരു ഡാറ്റയും ഉണ്ടായിരുന്നില്ല. ഈ റോസ്വാൽ ഇൻസിഡന്റ് നടക്കുന്നത് 1947 ജൂലൈ മാസത്തിലാണ്. ആ ജൂലൈ മാസത്തിലെ മാത്രം ഡാറ്റകൾ മിസ്സാക്കിയാൽ ജനങ്ങൾക്കും മറ്റുള്ളവർക്കും സംശയം തോന്നുമെന്ന കാരണം കൊണ്ട് നീണ്ട 10 മാസത്തെ ഡാറ്റകളെല്ലാം തന്നെ
എയർഫോഴ്സ് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യക്തമായ തെളിവുകളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ കോടതിക്ക് ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിപ്പിക്കാനും സാധിച്ചില്ല. പക്ഷെ ഒരു സിനിമ ഡയലോഗ് ഉണ്ട്, സത്യം അതെത്ര മറച്ചു വെച്ചാലും എത്ര വളച്ചൊടിച്ചാലും ഒരു നാൾ അത് പുറത്തു വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പുസ്തകം പുറത്തു വരുന്നത്, വിറ്റ്നസ് ടു റോസ്വാൾ ദ 60 years ഓഫ് കവർ അപ്പ് സ്റ്റോറി എന്ന പുസ്തകം. ഇത് എഴുതിയത് തോമസ് ഡൊണാൾഡ് എന്ന 2 പേരായിരുന്നു. ഈ പുസ്തകം എഴുതാനായിട്ട് അവർ ഡാറ്റ കളക്ട് ചെയ്തത് 600ഓളം പേരുടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടായിരുന്നു. അതായത് ആ റോസ്വാൾ ഇൻസിഡന്റ് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന 600ഓളം പേരുടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടായിരുന്നു അവർ ഇതിനു വേണ്ടിയുള്ള ഡാറ്റ കളക്ട് ചെയ്തത്. ആ 600 പേരിൽ പോലീസുകാരും ആർമി ഉദ്യോഗസ്ഥരും ആ പ്രദേശവാസികളും ഉണ്ടായിരുന്നു. ആ സമയത്താണ് മാർക്ക് ബ്രസൽ, അതായത് ഈ ഇൻസിഡന്റ് പോലീസിനെ അറിയിച്ച ആ വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ, ആ ഇൻസിഡന്റ് നടന്ന സമയത്തുള്ള ഒരു ഇന്റർവ്യൂ തോമസും ഡൊണാൾഡും കേൾക്കാൻ ഇടയാകുന്നത്. അതിൽ ബ്രസൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അന്ന് അവിടെ നടന്നത് ഒരു UFO ആക്സിഡന്റ് തന്നെയാണ്. കാരണം അന്ന് ഞാൻ അവിടെ കണ്ട വസ്തു അത് പേപ്പർ പോലെ കനം കുറഞ്ഞതും ചെറിയ ഒരു ഡാമേജ് പോലും വരുത്താൻ കഴിയാത്ത വണ്ണം ബലമുള്ള ഒരു വസ്തുവായിരുന്നു. മാത്രമല്ല 3-4 അടി ഉയരമുള്ള വലിയ തലകളുള്ള മൃതദേഹങ്ങളും ആ പരിസരത്തുണ്ടായിരുന്നു എന്നായിരുന്നു ബ്രസൽ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ റേഡിയോ സ്റ്റേഷന് കൊടുത്ത ഇന്റർവ്യൂ പുറത്തു വന്നതേയില്ല. കാരണം അന്നത്തെ അമേരിക്കൻ സറണ്ടർ ആയിരുന്ന, അതായത് ഗവർണർ ആയിരുന്ന കെനിസ് ചാവ്സ് ഈ റേഡിയോ സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട് ഈ ഇന്റർവ്യൂ നാളെ റിലീസ് ആവാൻ പാടില്ല എന്ന് പറയുന്നു. നാളെയല്ല, ഈ ഇന്റർവ്യൂ ഒരിക്കലും റിലീസ് ആവാൻ പാടില്ല എന്ന് വാണിംഗ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ആവേണ്ട സമയത്ത് ന്യൂസ് ടെലികാസ്റ്റ് ആവും. ഇതേ ബ്രസൽ ഞാൻ അന്ന് അവിടെ കണ്ടത് റബ്ബർ ഷീറ്റുകളും പ്ലാസ്റ്റിക് കയറുകളുമാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട തോമസും ഡൊണാൾഡും ബ്രസലിന് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി റോസ്വാളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആ നാട്ടിൽ ബ്രസൽ ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള ഒരു പ്രദേശവാസിയോട് ചോദിച്ചപ്പോൾ ആർമി ഉദ്യോഗസ്ഥർ വന്ന് കാശ് കൊടുത്ത് അദ്ദേഹത്തെ വേറൊരു നാട്ടിലേക്ക് പറഞ്ഞയച്ചു എന്ന വിവരമാണ് അവർക്ക് അറിയാൻ സാധിച്ചത്. ഇത് മാത്രമല്ല, ഇൻട്രസ്റ്റിംഗ് ആയ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. വാൾട്ടർ എന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ആർമി ഉദ്യോഗസ്ഥൻ, അയാളുടെ ഡയറിയിൽ എഴുതി വെച്ച കാര്യങ്ങളായിരുന്നു അത്. അയാളുടെ മരണശേഷം മാത്രമേ ആ ഡയറി മറ്റുള്ളവർ വായിക്കാൻ പാടുകയുള്ളൂ എന്നൊരു നിബന്ധന കൂടി അയാൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്, അന്ന് റോസ്വാലിൽ നടന്നത് ഒരു പാരച്യൂട്ട് ആക്സിഡന്റ് ആയിരുന്നില്ല. ആ ന്യൂസിൽ വന്ന വാർത്തയും ആ വാർത്തയ്ക്കൊപ്പം കൊടുത്ത ഫോട്ടോയും ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് ആ പാരച്യൂട്ട് തകർന്നു കിടക്കുന്ന ഫോട്ടോ അതൊരു ഫേക്ക് ഫോട്ടോ ആയിരുന്നു. മാത്രമല്ല എയർഫോഴ്സിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന വില്യം സി എനിസ് എന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അന്ന് അവിടെ ക്രാഷ് ആയത് ഒരു UFO, ഒരു ഫ്ലൈയിങ് സൂസർ ആയിരുന്നു. അത് എങ്ങനെയാണ് പറക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് എഞ്ചിനീയർ ആയിട്ട് എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും അത് എഞ്ചിൻ പോലും ഇല്ലാതെ എങ്ങനെയാണ് പറക്കുന്നത് എന്ന ടെക്നോളജി എനിക്ക് ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുൻപ് അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പറഞ്ഞത് സാധാരണക്കാരായിരുന്നില്ല, മിലിറ്ററിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മിലിറ്ററിയിൽ വർക്ക് ചെയ്ത് റിട്ടയർ ആയ വലിയ വലിയ ഉദ്യോഗസ്ഥരായിരുന്നു. അതായത് എയർഫോഴ്സിന്റെയും മിലിറ്ററിയുടെയും ഉന്നത സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഈ പ്രസ്താവനകളെല്ലാം തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അന്ന് ആ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു നാട്ടുകാരനോട് നിങ്ങൾ എന്താണ് അന്ന് അവിടെ കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, സ്കൂൾ കുട്ടികളെ പോലെ തോന്നിക്കുന്ന ചെറിയ കുട്ടികളുടെ മൃതദേഹങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അയാൾക്ക് ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തതിന് ശേഷം ഇതാണോ നിങ്ങളന്ന് അവിടെ കണ്ട മൃതദേഹങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചത് നിങ്ങളും അന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ എന്നാണ്.